Asylum Learning ശ്വേതാവസാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് കേട്ടോ മിസ് വിശ്വസിക്കുന്നത്. അപ്പൊ ക്രിസ്മസ് പരീക്ഷയൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഡിസംബർ ആണ് തുടങ്ങാൻ പോകുന്നത്. ക്രിസ്മസ് പരീക്ഷയൊക്കെ ഉണ്ട് പഠിക്കാൻ. അത് മാത്രമല്ല ഡിസംബർ എന്ന് പറയുന്നത് എന്താണ്, വളരെ തിരക്കേറിയ കുറച്ചൊരു മാസമാണല്ലേ. കാരണം എന്താണ്, കലോത്സവം, സ്പോർട്സ്, സ്കൂൾ ട്രിപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി മാസമാണ് നമ്മളുടെ ഡിസംബർ. അതിന് കൂടെ എന്താണ്, നമ്മളുടെ ക്രിസ്മസ് പരീക്ഷയും എത്തും കേട്ടോ. അപ്പൊ പെട്ടെന്നായിരിക്കും ക്രിസ്മസ് പരീക്ഷ എത്തുക. അതിന് വേണ്ടിയിട്ട് എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാ, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം, പഠിച്ച് സെറ്റ് ആക്കാം. എന്നിട്ട് കലോത്സവം എല്ലാത്തിനും കൂടണം, എല്ലാത്തിനും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് LSS എന്ന് പറഞ്ഞ നമ്മുടെ പരീക്ഷയും വരുന്നുണ്ടല്ലേ. യെസ്, കുറെ പേരും എന്റെ മുന്നിലുള്ള മക്കൾ ഒരുവിധം എല്ലാവരും LSS കിട്ടിയ ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ ഇതാ ഈ ഒരു LSSന്റെ പരീക്ഷ നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സൈലം ഇതാ ജ്വാല എന്ന് പറഞ്ഞ ഒരു ഫ്രീ ബാച്ച് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അതായത് LSSന്റെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കോച്ചിങ്ങും എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലത്തിന്റെ ആപ്പ് എടുത്തിട്ട് ഈ ഒരു ജ്വാല ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എത്രയും വേഗം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാട്ടോ. യെസ്, അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മറക്കാതെ ഈ ഒരു ജ്വാല ബാച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത്രയും കിടിലമായിട്ടുള്ള ഒരു ഓഫർ ആണല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാല്ലേ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് LP വിഭാഗത്തിലെ 248 കുട്ടികൾക്ക് 30 രൂപയുടെ നോട്ട്ബുക്കും 25 രൂപയുടെ മഷിപ്പേനയും മൈ ഇന്ത്യ ക്ലബ്ബ് നൽകി. എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എന്ത് കൊടുത്തു എന്നറിയോ, ഓരോരുത്തർക്കും നോട്ട്ബുക്കും ഒരു മഷിപ്പേനയും കൊടുത്തു. നോട്ട്ബുക്കിന് എത്ര രൂപയാണ്? ദ പ്രൈസ് ഓഫ് എ പെൻ ഇസ് 25 റുപ്പീസ് അല്ലേ. എത്രയാണ്? മഷിപ്പേനയ്ക്ക് 25 രൂപയും നോട്ട്ബുക്കിന് 30 രൂപയല്ലേ. അപ്പൊ ഒരു കുട്ടിക്ക് എത്ര കിട്ടിയടാ, നിങ്ങൾ എല്ലാവരും നോക്കിക്കേ. അപ്പൊ ഒരു കുട്ടിക്ക് എത്ര രൂപയുടെ സാധനങ്ങളാണ് കിട്ടുന്നത്? ഒരു കുട്ടിക്ക് ഒരു പെന്നും ഒരു നോട്ട്ബുക്കും അല്ലേ കിട്ടുക. ഒരു പെന്നിനും ഒരു നോട്ട്ബുക്കിനും എത്ര രൂപയാണ്? ഒരു പെന്നിന് 25, ഒരു നോട്ട്ബുക്കിന് 30, കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 55 അല്ലേ. അപ്പൊ ഒരാൾക്ക് 55 രൂപയുടെ സാധനങ്ങളാണ് കിട്ടുന്നത്. ഒരാൾക്ക് 55 റുപ്പീസിന്റെ സാധനങ്ങളാണല്ലേ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 248 ആൾക്കാർക്ക് ഈ ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ എത്ര രൂപയാകും എന്നാണല്ലേ ചോദിച്ചത്. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നടാ, ഒരാൾക്ക് 55 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 248 കുട്ടികൾക്ക് എത്ര രൂപയുടെ സാധനങ്ങളായിരിക്കും വാങ്ങിക്കൊടുക്കേണ്ടത് അല്ലേ. എന്താ ചെയ്യേണ്ടത്? 248 ഗുണം 55, യെസ് 248 ഇൻറ്റു 55 ചെയ്താൽ മതി. നമ്മളിപ്പോ അടിപൊളിയായിട്ട് ഗുണിക്കാനൊക്കെ പഠിച്ചതാണല്ലേ. അപ്പൊ നമ്മൾ നേരെ ചെയ്യാൻ പോവാണ്. 248 ഗുണം 55 അല്ലേ. 248 ഇൻറ്റു 55. ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഹൗ മച്ച് ഡിഡ് ദ ക്ലബ് സ്പെൻഡ് ഇൻ ഓൾ അല്ലേ. മൈ ഇന്ത്യ ക്ലബ്ബ് എത്രയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചേ എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 5 ഗുണം 8 അഥവാ 5 8s are 40 ആണ്. 0 മിസ് എവിടെ എഴുതി, 4 എവിടെ എഴുതി. 5 ഗുണം 4 5 4s are 20. 20 പ്ലസ് 4 എന്ന് പറയുന്നത് 24 ആണല്ലേ. ഇനിയോ 5 2s are 2 into 5 അഥവാ 5 ഗുണം 2 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 2 12. ഇവിടെ മിസ് 0 ഇനി 5 ഗുണം 8 5 8s are യെസ് 40 ആണ്. 5 4s are 5 ഗുണം 4 എന്ന് പറയുന്നത് 20. 20 പ്ലസ് 4 24 അല്ലെ. 24 ആണ്. ഇനി 5 ഗുണം 2 2 5s are 10 പ്ലസ് 2 എന്ന് പറയുന്നത് 12 ആണ്. 10 പ്ലസ് 2 12. കൂട്ടി നോക്കാം. 0 പ്ലസ് 0 0 ആണ്. 4 പ്ലസ് 0 4 ആണ്. 2 പ്ലസ് 4 എന്ന് പറയുന്നത് 6 ആണ്. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 1 1 3 6 4 0 ഈക്വൽ ടു 13,640 അല്ലെ. എത്രയാണ്? 13,640 രൂപയാണ് 248 കുട്ടികൾക്ക് വേണ്ടിയിട്ടാവാ അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ മിസ്സിന് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.